നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജന്യ. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് വ്യത്യസ്തങ്ങളായ ഉപകാരങ്ങൾ നൽകുന്ന ഒരു ചായ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ നമ്മൾ കറി വെക്കുന്ന സമയത്തൊക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ് കറിവേപ്പില. ഈ കറിവേപ്പില ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് വെയിറ്റ് ലോസിന് സഹായിക്കുന്നതും അതുപോലെ മുടി നന്നായിട്ട് വളരാൻ സഹായിക്കുന്നതുമായ ഒരു ചായ ഉണ്ടാക്കുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ചായ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ കാണാം. കറിവേപ്പില ചായ തയ്യാറാക്കുന്നതിന് ആവശ്യമായ ചേരുവകൾ എന്തെല്ലാമാണെന്ന് പരിചയപ്പെടാം. പ്രധാനമായിട്ട് വേണ്ടത് കറിവേപ്പിലയാണ്. തടി കുറയ്ക്കുന്നതിന് വേണ്ടി ഈ കറിവേപ്പില കൊണ്ടുള്ള ചായ സഹായിക്കും. ഛർദി, ഡയറിയ പോലുള്ള ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ പരിഹാരമാണ്. നല്ല കാഴ്ചശക്തി കിട്ടുന്നതിനും സ്ട്രെസ് ലെവൽ കുറയ്ക്കുന്നതിനുമൊക്കെ കറിവേപ്പില കൊണ്ടുള്ള ചായ കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി വേണ്ടത് നാരങ്ങയാണ്. വൈറ്റമിൻ സി നാരങ്ങയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. വെയിറ്റ് ലോസിന് സഹായിക്കുന്നതിന് പുറമെ നല്ല ദഹനത്തിനും നാരങ്ങ നീര് കൊണ്ടുള്ള വെള്ളം സഹായിക്കും. അടുത്തതായിട്ട് വേണ്ടത് തേനാണ്. തൊണ്ടവേദന, ചുമ എന്നിവയ്ക്ക് പരിഹാരം നൽകാൻ തേനിനാകും. വെയിറ്റ് ലോസിന് ശ്രമിക്കുന്നവർ ചെറു ചൂടുവെള്ളത്തിൽ തേനൊഴിച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. നല്ല ദഹനത്തിനായിട്ടും തേൻ സഹായിക്കുന്നുണ്ട്. അവസാനമായിട്ട് വേണ്ടത് ഒരു ഗ്ലാസ് വെള്ളമാണ്. ഒരു വലിയ ഗ്ലാസ്സിലാണ് വെള്ളം എടുത്തിരിക്കുന്നത്. ഇനി ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു വലിയ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില ഇലകൾ മാത്രമായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ചു നേരം ഒന്ന് മൂടി വെച്ച് തിളപ്പിക്കാം. കുറച്ചു നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. മാത്രമല്ല കറിവേപ്പിലയുടെ ആ കളറൊക്കെ വെള്ളത്തിലേക്ക് ചേർന്നിട്ടുണ്ട്. നന്നായിട്ട് സത്തൊക്കെ അടിഞ്ഞതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. കുറച്ച് വെള്ളം വറ്റിക്കണം, എന്നിട്ടാണ് ഓഫ് ചെയ്യേണ്ടത്. ഇനി ഇത് അരിച്ചിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ ഇവിടെ നമ്മൾ അരിച്ച് ഗ്ലാസ്സിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഒരു ചെറിയ പച്ച നിറത്തിലൊക്കെയാണ് നമുക്ക് ഈ ചായ കിട്ടുക. ചായ കംപ്ലീറ്റ് ആയിട്ടില്ല. ഇതിലേക്ക് നമുക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിക്കേണ്ട കാര്യമുണ്ട്. കുറച്ച് നാരങ്ങ എടുത്താൽ മതി. പകുതി ഭാഗം നാരങ്ങയിൽ നിന്ന് വളരെ കുറച്ച് മാത്രം നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് ഏകദേശം 1/2 ടേബിൾ സ്പൂൺ തേൻ ഒഴിച്ചു കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ എടുക്കുന്നതിലും കുഴപ്പമില്ല. തേൻ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചെറു ചൂടുവെള്ളത്തിൽ മാത്രമേ തേൻ ചേർക്കാവുള്ളൂ. അപ്പോൾ നമ്മൾ ചായ ചെറുതായിട്ടൊന്ന് ചൂടാറിയതിനു ശേഷമാണ് തേൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇവിടെ നമ്മുടെ ചായ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ കറിവേപ്പില ചായ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. രാവിലെ എഴുന്നേറ്റ് വന്ന് വെറും വയറിലൊക്കെ ഈ ചായ കുടിക്കുന്നത് വളരെ നല്ലതാണ്. വളരെ പെട്ടെന്ന് വെയിറ്റ് ലോസിന് സഹായിക്കുകയും അതുപോലെ തന്നെ നന്നായിട്ട് മുടി വളരാനൊക്കെ ആയിട്ട് ഈ ചായ മതി. രാവിലെ എക്സസൈസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ എക്സസൈസ് ചെയ്തതിന് ശേഷം ആദ്യം കുടിക്കാൻ ഈ ചായ വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇത് പരീക്ഷിച്ച് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.